ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റോൺ കോപ്പർ ഫേസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റോൺ കോപ്പർ ഫേസ് എന്ന് പറയുമ്പോൾ നേരത്തെ സ്റ്റോൺ ഏജിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു നിയോലിത്തിക് പീരീഡിൻ്റെ എൻഡ് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത്. അപ്പോൾ ഇനിയിപ്പം മെറ്റലിൻ്റെ ഫേസിലേക്ക് വരുവാണ്. അപ്പോൾ സ്റ്റോണും കോപ്പറിൻ്റെയും ഒരു ബ്ലെൻഡ് ഓഫ് മിക്സ്ചറിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏത് മെറ്റലാണ് ഫസ്റ്റ് ഇന്ത്യൻസ് യൂസ് ചെയ്തത്, ഈ മെറ്റൽസിൻ്റെ വരവോട് കൂടി അവരുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായ ചേഞ്ചസ് എന്താണ്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയോലിത്തിക് പീരീഡിൻ്റെ എൻഡായി, എന്നാൽ സ്റ്റോൺ ഇംപ്ലിമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മൈക്രോ ലിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കോപ്പറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടിൻ്റെ ബേസിലുള്ള ഒരു മിക്സ്ചർ ഓഫ് കൾച്ചറാണുള്ളത്. ആ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ സെറ്റിൽമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റ്. ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കോപ്പർ ഫേസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത മെറ്റൽ കോപ്പറാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജോഗ്രഫി ആണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്ലേസസിൽ നിന്നാണ് ഇന്ത്യയിൽ നമുക്ക് ഈ സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ എക്സ്കവേഷൻസ് കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ട് ഏർലിയർ സെറ്റിൽമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളത് സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ, വെസ്റ്റേൺ പാർട്ട് ഓഫ് മധ്യപ്രദേശ്, വെസ്റ്റേൺ മഹാരാഷ്ട്ര, ഈസ്റ്റ് ഇന്ത്യ, ഈ ഒരു ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ഈ ഒരു റീജിയനിലൊക്കെയാണ് കൂടുതലും എക്സ്കവേഷൻസ് നടന്നത്. വളരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എക്സ്കവേഷൻസ് നടന്നത് വെസ്റ്റേൺ മഹാരാഷ്ട്രയിലാണ്. ഇപ്പം സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാനൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ബനാസ് വാലിയുടെ റീജിയനിലുള്ള രണ്ട് പ്ലേസസ് ഉണ്ട്. ഒന്ന് അഹറും പിന്നെ ഗിലുഡും. ഈ അഹർ റീജിയനിൽ ഒക്കെയാണ് അഹർ ബനാസ് കൾച്ചർ എന്നാണ് അവിടെ വിളിക്കുന്നത്. കാരണം ഈ കൾച്ചർ കുറച്ച് ഫേമസ് ആവാനുള്ള കാരണം ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അടുത്തായിട്ട് വരുന്നൊരു റീജിയനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലെൻഡൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു രണ്ട് കൾച്ചർ അല്ലെങ്കിൽ ഒരു രണ്ട് സിവിലൈസേഷൻ്റെ ചേഞ്ചൊക്കെ ഇവിടുന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പർ എക്സ്പ്ലോയിറ്റ് ചെയ്ത റീജിയനും ഈ അഹർ ബനാസ് റീജിയനാണ്. ഇവിടുത്തെ സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാനിലെ ഈ അഹർ ഗിലൂഡ് റീജിയനൊക്കെ ഡ്രൈ സോണിലാണുള്ളത്. അപ്പോൾ ഈ ഡ്രൈ സോൺ എന്ന് എടുത്ത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടുത്തെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിരിക്കില്ല മറ്റു റീജിയനിലേക്ക് വരുമ്പം. ആ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജോഗ്രഫി എത്രത്തോളം അവരുടെ കൾച്ചറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ ഓഫ് വളരെ എക്സ്റ്റെൻഡായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതൽ എക്സ്കവേഷൻസ് നടന്നത് വെസ്റ്റേൺ മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ ഒരുപാട് പ്ലേസസിൽ നമുക്ക് സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ റിമെയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വെസ്റ്റേൺ മഹാരാഷ്ട്രയുടെ ജോഗ്രഫി നോക്കുവാണെങ്കിൽ സെമി ഏറിഡ് റീജിയൻ ആണ് ഈ സൈറ്റ്. അപ്പോൾ അവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ ബ്ലാക്ക് സോയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു വെജിറ്റേഷൻ എല്ലാം വരുന്നത് ഈ ഒരു ബ്ലാക്ക് സോയിൽ ഏതൊക്കെ പ്ലാന്റ്സ് വളരും അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം അതനുസരിച്ചിട്ടുള്ള വെജിറ്റേഷൻസാണ് അവിടെ കാണപ്പെട്ടിരുന്നത്. അവിടുത്തെ ഈ ഒരു റീജിയനിൽ ഉള്ള വെജിറ്റേഷനെ ബർ ആൻഡ് ബാബുൾ വെജിറ്റേഷൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഈ നർമ്മദ വാലിയിലും ഒക്കെ നമ്മൾ ഒരുപാട് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയൊരു സദേൺ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നിയോലിത്തിക് സൈറ്റായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ ചാൽക്കോലിത്തിക് ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതായത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം അതിൻ്റെ ഈ കോപ്പർ ഒബ്ജക്റ്റ് ഒന്നും അവിടെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ബാക്കി അഗ്രികൾച്ചറിലാണെങ്കിലും അവരുടെ വീട് നിർമ്മിച്ചേക്കുന്ന രീതിയൊക്കെ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് വിന്ധ്യ റീജിയനിലോട്ടുള്ള പ്രോക്സിമിറ്റി കൊണ്ട് അലഹാബാദ് റീജിയനിലും ഈ ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോക്സിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളതാണ്. ഒരു കൾച്ചർ ചേഞ്ചും ഡെവലപ്മെൻറ്റും മറ്റ് ഏരിയയിലേക്കും സ്പ്രെഡായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യയിൽ വരുവാണെങ്കിൽ മെയിനായിട്ട് വെസ്റ്റ് ബംഗാൾ, ആ ഗംഗ റീജിയൻ, ബീഹാറിലെ ചിറാൻ റീജിയനിലൊക്കെ ചാൽക്കോലിത്തിക് സൈറ്റായിട്ട് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സ്കവേഷൻസിൽ നിന്ന് നമുക്ക് അവരുടെ കൾച്ചർ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നോക്കാം. ചാൽക്കോലിത്തിക് കൾച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഇനി എന്തായാലും സ്റ്റോൺ കോപ്പർ ഫേസ് ആയതുകൊണ്ട് തന്നെ സ്റ്റോൺ ഉണ്ടാവും. അവർ യൂസ് ചെയ്യുന്ന സ്റ്റോൺ വളരെ ചെറുതായിരുന്നു, സ്മാൾ ടൂൾസാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൻസും യൂസ് ചെയ്തിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
അവർ യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ ബ്ലേഡ്സ് ആയിരുന്നു. എല്ലാ റീജിയണിലും സ്റ്റോൺ ബ്ലേഡ്സിൻ്റെ നമ്പർ നല്ല കൂടുതലായിരുന്നു. ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് വളരെ സ്മാൾ ആയതുകൊണ്ട് അതിനെ മൈക്രോലിത്ത് എന്ന് വിളിക്കാം. അതും പിന്നെ ചില റീജിയണിൽ എക്സ്കവേഷൻസ് ഒക്കെ കാണിച്ചേക്കുന്നത് സ്റ്റോൺ ബ്ലേഡിൻ്റെ ഇൻഡസ്ട്രി തന്നെ അവരുടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഇൻഡസ്ട്രി തന്നെ അവിടെ ഫ്ലറിഷ് ചെയ്തിരുന്നു. പിന്നീട് സ്റ്റോൺ ആക്സസ് പണ്ട് സ്റ്റോൺ ഏജിലുണ്ടായിരുന്ന സ്റ്റോൺ ആക്സസ് സ്റ്റിൽ ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിൽ അവർ കണ്ടിന്യൂ ചെയ്തിരുന്നു, അതിൻ്റെ യൂസേജ് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവർ സെറ്റിൽ ചെയ്തേക്കുന്ന റീജിയൻ നോക്കുവാണെങ്കിൽ ഹില്ലി ഏരിയയിൽ നിന്ന് അധികം ദൂരെയല്ല, പക്ഷേ റിവറിനോട് ചേർന്നുള്ള ആ ഒരു റീജിയനിലായിരുന്നു ഇവരുടെ കൂടുതൽ സെറ്റിൽമെൻറ്റ് നടന്നിരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാനിലെ പ്ലേസസ് ആയ അഹറും ഗിലുഡും ഈ രണ്ട് റീജിയണിലെ ഡ്രൈ സോണിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രൈ സോണിൽ നിന്ന് എക്സ്കവേഷൻസ് നടത്തിയപ്പോൾ ഈ സ്റ്റോൺ ആക്സസും ബ്ലേഡ്സൊക്കെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരുന്നു ഈ റീജിയണിൽ. അപ്പോൾ അവർ മറ്റ് കൂടുതലും ഈ റീജിയനിലുള്ളവർ മെറ്റൽസാണ് യൂസ് ചെയ്തത് എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇനി ഈ ഒരു റോ മെറ്റീരിയൽ ഓഫ് കോപ്പർ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസിൽ നമുക്ക് ആക്സസും ഈ സ്റ്റോൺ ബ്ലേഡ്സൊക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോപ്പറിൻ്റെ പല പല മറ്റ് ഒബ്ജക്ട്സുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഗിലുഡ് റീജിയനിൽ സ്റ്റോൺ ബ്ലേഡ് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കോപ്പറിൻ്റെ ആക്സസ് കിട്ടിയിട്ടുള്ള റീജിയനുകളാണ് മഹാരാഷ്ട്രയിലെ ജോവ്, ചണ്ടോളി റീജിയനിലാണ് നമുക്ക് കോപ്പർ ആക്സസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഈ കോപ്പർ ആക്സസ് ഫ്ലാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു, റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ കോപ്പർ ചിസൽസ്, കോപ്പർ ഉള്ളികൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതും സെയിം റീജിയൻ മഹാരാഷ്ട്രയിലെ ചന്തോളി റീജിയനിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ സ്റ്റോൺ കോപ്പർ ഫേസിലുള്ള ജനങ്ങൾ പല ടൈപ്പ് പോട്ടറീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ബ്ലാക്ക് റെഡ് പോട്ടറീസ്, ഈ ബ്ലാക്ക് റെഡ് കളറിലുള്ള പോട്ടിൽ വൈറ്റ് കളറിലുള്ള ലീനിയർ ഡിസൈൻസും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ചന്തോളി റീജിയൻ, അതുപോലെ സൗത്ത് ഈസ്റ്റേൺ രാജ്യത്തിലെ അഹർ, ഈ റീജിയൻ മാത്രമല്ല, നമ്മൾ ബീഹാറിലും ഒക്കെ ഈ പറഞ്ഞ എല്ലാ സ്റ്റോൺ ബ്ലേഡ്സ് ആണെങ്കിലും കോപ്പർ ചിസൽസ് ആണെങ്കിലും ബ്ലേഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലാം ഈ ബീഹാർ റീജിയനിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പം പറഞ്ഞ പോട്ടറിയെ പറ്റിയാണ്. ഈ പോട്ടറി ബ്ലാക്ക് റെഡ് പോട്ടറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതിൽ വൈറ്റ് ലീനിയർ ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ ഈ റെഡ് ബ്ലാക്ക് പോട്ടറീസ് പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ബീഹാറും രാജസ്ഥാനും രണ്ട് എൻഡിലാണ് ഇന്ത്യയുടെ, അല്ലേ, ഓപ്പോസിറ്റ് എൻഡിലാണ്. പക്ഷേ ഈ അവിടെ രണ്ടിടത്തു നിന്നും നമുക്ക് ബ്ലാക്ക് റെഡ് പോട്ടറി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് ഈ രണ്ട് സ്ഥലത്തും സെയിം കൾച്ചറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ക്ലൈമറ്റും ജോഗ്രഫിയും ഒരുപാട് ഇവരുടെ കൾച്ചറിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ബ്ലാക്ക് റെഡ് പോട്ടറീസ് കിട്ടിയിട്ടുള്ള എല്ലാ റീജിയനിലും സെയിം കൾച്ചറാണെന്ന്. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോട്ടറീസും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ, വെസ്റ്റ് മധ്യപ്രദേശ്, വെസ്റ്റേൺ മഹാരാഷ്ട്ര, ഈ റീജിയനിലൊക്കെ നമുക്ക് കുറേ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ വളരെ അവരുടെ ഒരു ഒക്കുപ്പേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കി. ഈ ആനിമൽസിൻ്റെ റിമൈൻസ് കിട്ടിയിട്ടുള്ളത് ഷീപ്പ്, പിഗ്സ്, ഗോഡ്സ്, ബഫലോസ്, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ചില റീജിയനിൽ എസ്പെഷ്യലി നമുക്ക് സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ വരുമ്പം അവിടെ ഡ്രൈ സോണാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ചില റീജിയനിലൊക്കെ നമുക്ക് ക്യാമൽസിൻ്റെ റിമൈൻസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ കുതിരയെ ഉപയോഗിച്ചിരുന്നോ അല്ലെങ്കിൽ അതിനെ മെരുക്കിയിരുന്നോ എന്നൊന്നും നമുക്ക് അറിയില്ല. കാരണം ചില റിമൈൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ഏത് അനിമലാണെന്ന് നമുക്ക് കണ്ടെത്താനുള്ളൊരു ക്ലിയർ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ചില റിമൈൻസ് നമ്മൾ കാണുമ്പോൾ അത് ഹോഴ്സാണോ, ഡോങ്കിയാണോ, വൈൽഡാസ് ആണോ, ഇതിലേതെങ്കിലും ഒന്നാവാനാണ് സാധ്യത എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം
നമുക്ക് ക്ലിയറായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ അന്നത്തെ കാലത്തെ ജനങ്ങൾ ബീഫ് കഴിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പോർക്കൊന്നും യൂസ് ചെയ്തിരുന്നില്ല. പിന്നീട് അതായത് അവർക്കിടയിൽ നോൺ വെജിറ്റേറിയൻസും ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീറ്റും റൈസും മാത്രമല്ലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കാരണം ഇതൊരു സ്റ്റേപ്പിൾ ക്രോപ്പാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ ബാജ്രയും കൂടാതെ പൾസസ് ആയിട്ടുള്ള ലെൻറ്റിൽ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ പീസ് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫുഡ് ഗ്രെയിൻസൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നർമ്മദ റീജിയണിലും പിന്നെ നവദോളി ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര ഈ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേറെ ഇന്ത്യയിലെ ഒരു പ്ലേസസിലും ഇത്രയും ഫുഡ് ഗ്രെയിൻസ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ എവിടെയും. അതായത് അവിടെ ഒന്നും അഗ്രികൾച്ചർ ഇല്ല എന്നല്ല, പക്ഷേ ഇത്രയും പൾസസും വീറ്റും റൈസും ബാജ്രയും പൾസസും എല്ലാം പിന്നീട് ഇവിടെ ലിൻസീഡും എല്ലാം കൾട്ടിവേറ്റ് ചെയ്തൊരു റീജിയൻ ഈ മഹാരാഷ്ട്രയിലെ നവദോളി ഡിസ്ട്രിക്റ്റ് ആണ്. പിന്നീട് ഈ ഒരു മഹാരാഷ്ട്രയിലെ നേരത്തെ പറഞ്ഞ കണക്ക് ബ്ലാക്ക് സോയിൽ, ജോഗ്രഫി പരമായിട്ട് നോക്കിയാൽ ബ്ലാക്ക് സോയിലിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കോട്ടൺ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഡെക്കാൻ റീജിയനിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ റാഗി, ബാജ്ര, മില്ലറ്റ്സ് ഈ ഒരു ലോവർ ഡെക്കാൻ റീജിയനിലൊക്കെ ഇത്തരം ക്രോപ്സുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇനി നമ്മളിപ്പോൾ ഏകദേശം ഒരു വെസ്റ്റേൺ ഇന്ത്യയിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഈ ഒരു റീജിയനിലെ കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. പോട്രി ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും. ഇനി ഒരു ഈസ്റ്റേൺ ഇന്ത്യ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സൈറ്റാണ് ചിരാൻ, ബീഹാർ. ആ ഒരു ഈസ്റ്റേൺ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫിഷ് ഹൂക്സ് കാണാൻ പറ്റുന്നുണ്ട് ബീഹാറിലെ, വെസ്റ്റ് ബംഗാളിൽ. അതുപോലെ റൈസിൻ്റെയും എവിഡൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത് ഫിഷും റൈസും ഉപയോഗിച്ചാണ്. പക്ഷേ ഈ ഒരു ഈസ്റ്റേൺ ഇന്ത്യയിലെ ഈ ഒരു ഡയറ്റ് നമ്മളെ കാണിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഒരു പോപ്പുലർ ഡയറ്റായിട്ട് നിൽക്കുന്നത് ഫിഷും റൈസ് തന്നെയാണ്. അതേ ഡയറ്റ് തന്നെയായിരുന്നു ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ചാക്കോലിറ്റിക് പീപ്പിൾ ജീവിച്ചിരുന്നത്. ഇനി ഈ ഒരു റീജിയനിൽ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റിൽ സ്റ്റോൺ കോപ്പർ ഫേസിൽ നമ്മൾ ബേൺഡ് ബ്രിക്സ് ഒന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് വീടുകളെ പറ്റി പറയുകയാണെങ്കിൽ മഡ് ബ്രിക്സ് കൊണ്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. കൂടാതെ വാഡൽ ആൻഡ് ഡാബ് വെച്ചിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തത്. വാഡൽ എന്ന് പറയുമ്പം ചുള്ളിക്കമ്പും പിന്നീട് അവർ കുമ്മായവും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു വീട് നിർമ്മിച്ചിരുന്നത്. ഇനി നമ്മൾ വീണ്ടും മഹാരാഷ്ട്ര റീജിയനിലേക്ക് വരുവാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഇനം ഗാവോൺ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അവിടെ നമുക്ക് മഡ് ഹൗസസ് കാണാൻ പറ്റുന്നുണ്ട് വിത്ത് ഓവൻസ്. അതുപോലെ തന്നെ സർക്കുലർ സ്ട്രക്ചറിലുള്ള ഹൗസസും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരു കോളനി പോലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരു കോളനീസ് ഒക്കെ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു റൂറൽ സെറ്റിൽമെൻറ്റ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ചില കാലഘട്ടം പറയുകയാണെങ്കിൽ ഏകദേശം ഇതൊരു 1800 BC കാലഘട്ടത്തിലൊക്കെയാണ് സ്റ്റോൺ കോപ്പർ ഫേസ് നമ്മൾ വരച്ച് കാട്ടുന്നത്. ഏകദേശം ഒരു 1000 BC ഇൻ ബിറ്റ്വീൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവരുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനിലൊരു ചേഞ്ച് കാണാൻ പറ്റും. ഏകദേശം 5 റൂമുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും. അതിൽ 4 മുറികൾ റെക്റ്റാങ്കുലർ ഷേപ്പും 1 മുറി സർക്കുലറുമാണ്. ഇതാണ് മിക്ക വീടുകളുടെയും പ്ലാൻ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ 5 റൂം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി ന്യൂക്ലിയർ ആയിരുന്നില്ല, ലാർജ് മെമ്പേഴ്സുള്ളൊരു ഫാമിലിയാണ് അവരുടെ നാട്ടിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹൗസിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തെ സെറ്റിൽമെൻറ്റ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഈ ഇത്തരം പറഞ്ഞില്ലേ ഈ ഒരു 5 റൂമിലുള്ള കൺസ്ട്രക്ഷനും ഈ കോളനീസ് ആയിട്ടുള്ള ആ ഒരു സെറ്റിൽമെൻറ്റിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ജോബ് കൾച്ചർ എന്നാണ്. ഈ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് JORWE ജോബ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര റീജിയനിലെ ഒരു സ്ഥലമാണ് ജോബ് എന്ന് പറയുന്നത്. പ്രവാര റിവറിന് നിയറായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ജോബ്. അപ്പോൾ ഈ ഒരു 5 റൂമുള്ള വീടും അത്തരം സെറ്റിൽമെൻ്റൊക്കെ ഉള്ള ആ ഒരു റീജിയനിലെ ജോബ് കൾച്ചർ എന്ന് പറയും. ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ ഏകദേശം ഒരു 35 ഇതേ രീതിയിലുള്ള ഡിഫറെൻറ്റ് സൈസസുള്ള വീടുകൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒരു സെറ്റിൽമെൻറ്റ് സ്റ്റേബിളാണെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു വില്ലേജ് എക്കണോമി ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ചാൽക്കോലിത്തിക് ഏജിൽ ഒരു വില്ലേജ് എക്കണോമി ഡെവലപ്പ് ചെയ്തു എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ ആ മധ്യപ്രദേശ് റീജിയനിലേക്ക് പോവുകയാണ്. മധ്യപ്രദേശിലെ ഇനംഗാവോം, എറാൻ, കയത ഈ റീജിയനിലൊക്കെ എന്താണ് ഫോർട്ടിഫൈഡ് ആയിരുന്നു. അതായത് ഫോർട്ടിഫൈഡായിട്ട് ചുറ്റും മതിൽ തിരിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ നിന്ന് പക്ഷേ ഇത് മീൻ ചെയ്യുന്നത് അവർക്കൊരു അർബൻ സിവിലൈസേഷൻ ഉണ്ടെന്നല്ല. അപ്പം അർബൻ സിവിലൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ മിക്കവാറും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പാടുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഫോർട്ടിഫൈഡ് ആണെന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് അർബൻ സിവിലൈസേഷൻ അല്ല. പക്ഷേ ഈ ഒരു റീജിയനിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റീജിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് അവരുടെ ആർട്ടിനെ പറ്റിയും ക്രാഫ്റ്റിനെ പറ്റിയും നമുക്ക് വ്യക്തതയുള്ള ഇൻഡിക്കേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവർ എക്സ്പേർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം കോപ്പർ യൂസ് ചെയ്ത് അവർ മെറ്റീരിയൽസും ടൂൾസും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടെ കോപ്പർ സ്മിത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർ സ്മാൾ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ടൂൾസുകളും വെപ്പൻസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നല്ല സ്റ്റോൺ വർക്കേഴ്സും ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവർക്കിടയിൽ തന്നെ ഇപ്പോൾ ഒരു മാൽവ റീജിയനിലൊക്കെ നമ്മൾ സ്പിൻഡിൽ വോൾസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്പിന്നിങ്ങും വീവിങ്ങും ഒക്കെ അറിയാമെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാൽവ റീജിയൻ ഇൻ മധ്യപ്രദേശിൽ കോട്ടനും ഫ്ലാക്സും സിൽക്കും ഇതിൻ്റെയൊക്കെ നൂലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാരാഷ്ട്ര റീജിയനിലും നമ്മൾ ഈ കോട്ടൺ, ഫ്ലാക്സ്, സിൽക്കിൻ്റെയൊക്കെ ത്രെഡ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത് മനസ്സിലാക്കുന്നത് അവർക്ക് ക്ലോത്തിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ആർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാം എക്സ്കവേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ഇനി നമ്മൾ ഈ ഒരു കുറേ റീജിയൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ ഈ റീജിയണൽ ഡിഫറൻസ് മെയിനായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ സെറീൽസിലും പോട്ടറീസിലുള്ള, അതായത് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിൻ്റെ വേരിയേഷനും പിന്നീട് യൂസ് ചെയ്യുന്ന പോട്ടറിയുടെ വേരിയേഷൻസ് വെച്ചിട്ടാണ് ഈ റീജിയണൽ ഡിഫറൻസ് നമ്മൾ നോക്കുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈസ്റ്റേൺ ഇന്ത്യയിൽ റൈസാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഇന്ത്യയിലാണെങ്കിൽ മെയിനായിട്ട് ബാർലി, വീറ്റാണ്. അപ്പോൾ ഈ ഒരു വേരിയേഷനിൽ നിന്നാണ് നമ്മൾ റീജിയണൽ ഡിഫറൻസസ് വരച്ച് കാട്ടുന്നത്. പിന്നീട് നമുക്ക് കൂടുതൽ എക്സ്കവേഷൻസ് ചെയ്യുമ്പം ഇവരുടെ ബറിയൽസിലും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കൾട്ടിലും കുറച്ച് ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര റീജിയൻ എടുക്കുകയാണെങ്കിൽ ഞാൻ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. മഹാരാഷ്ട്ര റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മഹാരാഷ്ട്ര റീജിയനിൽ ഉള്ള ബറിയൽസ് നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയുള്ള ഫ്ലോറിലാണ് ഡെഡ് ബോഡീസ് ബറി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചിതാഭസ്മം പോലെയുള്ള രീതിയിലാണ് അവർ ബറി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പം ഈ ഒരു ബോഡിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് പൊസിഷനിലാണ് ബോഡി ബറി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സെമിത്തേരി അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ബോഡിയുടെ കൂടെ തന്നെ കോപ്പറും അതുപോലെ തന്നെ ഈ കുടങ്ങളും പോട്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേവിനുള്ളിൽ തന്നെ അവർ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മഹാരാഷ്ട്ര റീജിയൻ അല്ലെങ്കിൽ നോർത്തേൺ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലെ ചാൽക്കോലിത്തിക് സെറ്റിൽമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ സൗത്തിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഡിഫറൻസ് ആണ്. അതായത് ഇതിൻ്റെ പൊസിഷൻ നേരത്തെ നോർത്ത് സൗത്ത് പൊസിഷൻ ആണെങ്കിൽ ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് പൊസിഷനിലാണ് ബറി ചെയ്തിട്ടുള്ളത്. പിന്നെ
പോസ്റ്റ് എക്സ്ട്രാക്ഷനൊക്കെ നടത്തിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അവരുടെ ഇപ്പോൾ നമ്മൾ ബറിയൽസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇനം ഗാവോൺ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും നമുക്ക് ഒരു ടെറാക്കോട്ട ഫിഗറിൻസ് കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട ഫിഗറിൻസ് ഓഫ് വിമൻ. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ചാൽക്കോലിത്തിക് പീപ്പിൾ മദർ ഗോഡസിനെ ആരാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതേ സിമിലർ ടെറാക്കോട്ട ഫിഗറിൻസ് നമുക്ക് വെസ്റ്റ് ഏഷ്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതൊരു അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വെസ്റ്റ് ഏഷ്യയിലും സ്റ്റോൺ കോപ്പർ ഫേസ് തന്നെയാണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺബേക്ക്ഡ് ആയിട്ടുള്ള ന്യൂഡ് ഫിഗറിൻസും ക്ലേ കൊണ്ടുള്ള ന്യൂഡ് ഫിഗറിൻസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും വർക്ക്ഷിപ്പിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മധ്യപ്രദേശിലെ മാൽവാർ റീജിയനും രാജസ്ഥാൻ റീജിയനിലും ബുൾ ടെറാക്കോട്ടാസ് ഉണ്ട്. അപ്പം ഈ ബുള്ളിനെ അവരൊരു റിലീജിയസ് കൾട്ടായിട്ട് സെർവ് ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിലാണ് ഇനിക്വാളിറ്റീസ്, സോഷ്യൽ ഇനിക്വാളിറ്റീസിൻ്റെ ബിഗിനിങ് എന്ന് പറയാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്തും ഇനിക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇനിക്വാളിറ്റീസ് ബിഗിനിങ് ചെയ്യുന്നത് സ്റ്റോൺ കോപ്പർ ഫേസിലാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രേവ്സ് നോക്കുവാണ്. ഇപ്പം ചന്ദോളി അല്ലെങ്കിൽ വെസ്റ്റേൺ മഹാരാഷ്ട്ര റീജിയനിൽ ബറിയൽ സിസ്റ്റം ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ചില കുട്ടികളെ മറവ് ചെയ്തേക്കുന്നത് കോപ്പർ ബീഡുള്ള നെക്ലസ് അവരുടെ കഴുത്തിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ചില കുട്ടികളുടെ നോക്കുവാണെങ്കിൽ ഇത്തരം നെക്ലസസ് ഒന്നും കാണുന്നില്ല. കോപ്പറിൻ്റെ അല്ലെങ്കിൽ പോട്ട് കുടങ്ങളോട് കൂടി മാത്രമാണ് ആ ബോഡി ബറി ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് ഒരു ഇനിക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ മഹാരാഷ്ട്രയെ മാത്രമല്ല, ഇനം ഗാവോൺ പറയുന്ന പ്ലേസിൽ ചില അഡൾട്ടിനെ പോട്ടറിയും കോപ്പറും വെച്ചിട്ട് ബറി ചെയ്തിട്ടുണ്ട്. ചിലരിൽ അത് കാണപ്പെടുന്നില്ല. ഇനി ചില കായത, മധ്യപ്രദേശിലെ കായത എന്ന് പറയുന്ന പ്ലേസിലെ ചില വീടുകളിൽ നമുക്ക് ഏകദേശം 29 കോപ്പർ ബാംഗിൾസും 2 യുണീക്ക് ആക്സസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റ് ചില വീടുകളിൽ നോക്കുവാണെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അതുപോലെ ചില ഏരിയകളിലൊക്കെ സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസുകൾ ചില വീടുകളിൽ നിന്ന് മാത്രം ആ ഒരു റീജിയനിൽ മാത്രം എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റുന്നു, മറ്റ് സ്ഥലങ്ങളിൽ അത് കാണപ്പെടുന്നില്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ ഇനിക്വാളിറ്റീസ് ആണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് വരച്ചു കാട്ടുന്നത്. ഏകദേശം ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസ് 1800 BC-യിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചില ഏരിയയിൽ ഒരു ഏകദേശം 1000 BC വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. മറ്റ് പ്ലേസിൽ ഒരു 800 BC വരെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ പഴയ ടൂൾസ്, നേരത്തെ പറഞ്ഞ സ്റ്റോൺ ടൂൾസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അയൺ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോൺ ഇംപ്ലിമെൻറ്റേഷൻസിൻ്റെ കുറവുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്റ്റോൺ കോപ്പർ ഫേസിൽ അയണിൻ്റെ കണ്ടുപിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ ഒരു എൻഡിങ് വരുന്നത് അയണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. പിന്നീട് ഈ ഒരു ബ്ലാക്ക് റെഡ് പോട്ടറിയെ പറ്റി പറഞ്ഞു. ഇത് ഏകദേശം ഒരു 2nd century BC വരെ ചില ഏരിയയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ ഒരു എക്സ്കവേഷൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും കൾച്ചറും വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ രാജ്യത്തെ അലുവിയൽ പ്ലെയിൻസും പിന്നെ തിക്ലി ഫോറസ്റ്റഡ് ഏരിയ ഒഴിച്ച ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു കൾച്ചർ ഡിസ്കവർ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞു ഇവരുടെ സെറ്റിൽമെൻറ്റ് കൂടുതലായിട്ടും റൂറൽ സെറ്റിൽമെൻ്റ് ആണ്. റിവർ ബാങ്ക്സിൻ്റെ ഏരിയയിലായിട്ടാണ് ഇവർ സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ ഹില്ലി ഏരിയയിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല ഇവരുടെ സെറ്റിൽമെൻറ്റ്. പിന്നീട് ഇവർ കോപ്പർ ടൂൾസ് യൂസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് കോപ്പറിനെ സ്മെൽറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പെയിൻറ്റഡ് ആയിട്ടുള്ള പോട്ടറി ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, പെയിൻറ്റ് ചെയ്ത പോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ളത്.
പോട്ടറീസ് മെയിനായിട്ട് നമുക്കറിയാം കുക്കിങ്ങിനും ഈറ്റിങ്ങിനും പിന്നെ സ്റ്റോറിങ്ങിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് എന്താണ് മിക്ക വിമൻസിലും ലോഡ ഉണ്ട്, പക്ഷേ താലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രേസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ പല റീജിയനും വെസ്റ്റും ഈസ്റ്റും ഇന്ത്യയൊക്കെ പറഞ്ഞു. സൗത്ത് ഇന്ത്യയിലെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പൊസിഷൻ, ബറിയൽ പൊസിഷൻ ഈസ്റ്റ് വെസ്റ്റ് പൊസിഷനാന്ന് പറഞ്ഞു. അല്ലാതെ മറ്റു കാര്യങ്ങൾ എടുത്തു പറയാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിയോലിത്തിക് ഫേസിൽ നിന്ന് ചാൽക്കോലിത്തിക് ഫേസിലേക്കുള്ള ആ ഒരു ട്രാൻസിക്ഷൻ ഒരു അവ്യക്തമായ രീതിയിലാണ് നമുക്ക് കണ്ടെത്തലുകൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അവരുടെ ഒരു സ്റ്റോൺ കോപ്പർ ഫേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു മങ്ങിയ സ്റ്റോൺ കോപ്പർ ഫേസാണ് അവിടെ കാണുന്നത്. അത് അവർ എങ്ങനെ അതിലേക്ക് ട്രാൻസിഷൻ ആയി എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി ട്രാൻസിഷൻ നടന്നോന്നും ഉള്ളതും അവ്യക്തമായതുകൊണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ആ ഒരു ഫേസസിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ നിയോലിത്തിക് ചാൽക്കോലിത്തിക് ഫേസ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഒരു പ്രോപ്പർ സ്റ്റോൺ കോപ്പർ ഫേസ് എന്ന് പറയപ്പെടുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു കൾച്ചറൊക്കെ കണ്ടു. ഇനി ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻസിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ ഇവരുടെ ഒരു ഗ്രേറ്റർ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്ര റീജിയനിലെ എക്സ്കവേഷൻസ് നോക്കുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻസിനെ ബറി ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ചിൽഡ്രനെ ബറി ചെയ്യുന്നത് വെസ്റ്റേൺ മഹാരാഷ്ട്ര റീജിയനിലാണ് കൂടുതൽ കുട്ടികളുടെ ബോഡി കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലത്ത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഈ മഹാരാഷ്ട്ര റീജിയനിൽ ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഫുഡ് പ്രൊഡ്യൂസിങ് എക്കണോമി ആയിട്ടും നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ആണോ, ആബ്സെൻസ് ഓഫ് മെഡിക്കൽ നോളജ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിഡമിക്സിൻ്റെ ഔട്ട് ബ്രേക്ക് ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഇത്തരം റീജിയനിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. അതൊരു ഇവരുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. അതിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ എക്കണോമിക് പാറ്റേൺ ഒരു ദീർഘായുസുള്ളൊരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആയുസ് എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ദീർഘായുസ്സുള്ള വ്യക്തികൾ അവിടെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് കൂടുതൽ ഈ ഫേസിലുണ്ടായിരുന്നത്. അതായത് ഇപ്പം നമ്മൾ ചില റീജിയനിൽ നമ്മൾ കോപ്പറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സപ്ലൈ ഓഫ് കോപ്പർ ലിമിറ്റേഷൻസ് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് കോപ്പർ ലിമിറ്റഡ് ആവുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഇവർക്ക് കോപ്പറും തിന്നിൻ്റെ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു ബ്രോൺസ് ഏജിലേക്കുള്ള ഒരു പറ്റിയുള്ളൊരു അറിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ വേൾഡ് കോണ്ടെക്സ്റ്റിലും നോക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഈ ഒരു ചാൽക്കോലിത്തിക് പീരീഡിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ബ്രോൺസിനെ പറ്റിയുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ കോപ്പറും തിന്നും തമ്മിലുള്ള മിക്സ്ചറിനെ പറ്റിയുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഈ ഒരു കാലഘട്ടത്തിലെ ടിന്നിൻ്റെ അവൈലബിലിറ്റിയെ പറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് ഈ ഒരു ബ്രോൺസ് ടൂൾസ് പക്ഷേ മറ്റ് ലോകം വേൾഡ് റീജിയനൊക്കെ നോക്കുവാണെങ്കിൽ ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ ആ ഒരു ഗ്രീക്ക് റീജിയനിലുള്ള ലാർജസ്റ്റ് ഐലൻഡാണ്. പിന്നെ ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ ഈ റീജിയനിലൊക്കെ എന്താണ് ബ്രോൺസ് ടൂൾസ് ഈ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ ഈ ബ്രോൺസ് ഈ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടിരുന്നില്ല. അത് ഇവരുടെ ഒരു ലിമിറ്റേഷൻസ് ആയിരുന്നു. പിന്നീട് ഇവർക്ക് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലിറ്ററൽ സോഴ്സസ് ഇല്ല എന്നറിയാം. അപ്പോൾ ഇവരുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർട്ട് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ എഴുതാൻ അവർക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ റൂറൽ നിന്നൊരു സിറ്റീസിൻ്റെ രീതിയിലേക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട്
ഈ ഒരു ലിമിറ്റേഷൻസ് എല്ലാം പോസിറ്റീവായിട്ട് മാറുന്നത് ഇൻഡസ് വാലിയിലാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ലിമിറ്റേഷൻസിൻ്റെ എല്ലാം കുറവുകൾ നികത്തുന്നത് ഇൻഡസ് വാലിയിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ഇൻഡസ് വാലി ആയിട്ടുള്ളൊരു ബ്ലെൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് മാറുമ്പം ഇൻഡസ് വാലിയിൽ വരുന്നവർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കുണ്ടായിരുന്നോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഇനി നമ്മൾ ജോഗ്രഫി പരമായിട്ട് കോപ്പർ ഫേസ് പറയുമ്പോൾ കോപ്പർ കൂടുതലായിട്ടും ഇന്ത്യയിലുള്ളത് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, അപ്പർ ഗാൻജറ്റിക് ബേസിൻ, പിന്നെ ഗംഗ യമുനയുടെ ആ ഒരു മീറ്റിംഗ് പ്ലേസ്, ഇവിടെയൊക്കെ കോപ്പർ വളരെ അവൈലബിൾ ആണ്. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓർക്ക് കളേർഡ് പോട്ട്സ്. ഓർക്ക് എന്ന് പറഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ കാവി നിറം എന്ന് പറയാം. ആ കളറിലുള്ള പോട്ട്സ് ഈ കോപ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കോപ്പർ ടൂൾസ് നമുക്ക് കുറേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കളേർഡ് പോട്ടിനുള്ളിൽ ഒരുപാട് കോപ്പർ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം റീജിയണിൽ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു കളേർഡ് പോട്ട്സ് നമുക്ക് ലഭിച്ചിട്ടുള്ള റീജിയൻ മെയിനായിട്ട് ഈ ഗംഗ യമുന മീറ്റ് ചെയ്യുന്ന ആ ഡൊയാബിലാണ്. അപ്പോൾ ഈ റീജിയനിലെ ഈ ഒരു കൾച്ചറിനെ വിളിക്കുന്ന പേര് ഓർക്ക് കളേർഡ് കൾച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു കാലഘട്ടം ഏകദേശം വരച്ച് കാണുവാണെങ്കിൽ ഒരു 2000 BC to 1800 BCയിലാണ് ഈ ഒരു ഓർക്ക് കളേർഡ് കൾച്ചർ നമ്മൾ കാണപ്പെടുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ ഒരു കൾച്ചർ എൻഡ് ചെയ്തതെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ കൾച്ചർ ൻ്റെ അവസാനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1000 BC വരെ പിന്നീട്, അതായത് ഇതിൻ്റെ കാലഘട്ടം പറഞ്ഞപ്പോൾ 1800 BC വരെയാണ് ഈ കൾച്ചർ നിലനിന്നിരുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ആ ഒരു കൾച്ചറിൻ്റെ അവസാനം ആ 1800 BCയിൽ നിന്നു. അതിനുശേഷം ഏകദേശം ഒരു 1000 BC വരെ അവിടെ വേറൊരു ഹാബിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് കൾച്ചറുള്ള ആൾക്കാർ ൻ്റെ സമകാലികനായിട്ടാണ് ഹാരപ്പൻസ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹാരപ്പൻസൊക്കെ ഈ ഒരു ഓർക്ക് കൾച്ചർ ഏരിയ ഒന്നും ഒരിക്കലും റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കോപ്പർ യൂസിങ് പീപ്പിളും ബ്രോൺസ് യൂസിങ് പീപ്പിളായിട്ടുള്ള ഹാരപ്പൻസും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് തമ്മിലൊരു കൾച്ചറൽ മിക്സ്ചർ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പം എൻഡ് ചെയ്തപ്പം പറഞ്ഞത് ഹാരപ്പൻസ് ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇവിടെ നമ്മൾ ഫുൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഇനി നമ്മൾ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിലേക്കാണ് തുടങ്ങുന്നത്. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഹാരപ്പൻ സിവിലൈസേഷനും വരും, പിന്നെ വേദിക് ലിറ്ററേച്ചറും വരും. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിറ്റററി സോഴ്സസ് ഉള്ള ഒരു കാലഘട്ടം. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഫൈറ്റിംഗ്.